Hi, Namaste, welcome back viewers. Welcome back to my channel WinTrader. Consistent profit trading-ലൂടെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഏത് ഷെയറിൽ ചെയ്ത് ഞാൻ ഇന്ന് പ്രോഫിറ്റ് കിട്ടും, ഇൻട്രാഡ് ചെയ്യണോ, സ്കാൽപ്പിംഗ് ചെയ്യണോ, പൊസിഷൻ ചെയ്യണോ, അതോടൊപ്പം നമുക്ക് എത്രത്തോളം ഹോൾഡ് ചെയ്ത് വെക്കാം എന്നൊക്കെ നമുക്ക് ആക്ച്വലി അറിയാതെ നമ്മൾ എക്സിറ്റ് ചെയ്ത് ഒരുപാട് ലോസിലേക്ക് പോയിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാകാം. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ അതിന് എല്ലാത്തിനും നിങ്ങൾക്കൊരു ഫേക്ക് റിവേഴ്സിൽ തിരിച്ചറിയാനും കറക്റ്റായിട്ടൊരു എൻട്രിയും എക്സിറ്റും എടുക്കാനും നിങ്ങളെ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് സഹായിക്കും. അപ്പം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഇൻട്രാഡേയുടെ പെർഫോമൻസും ഉണ്ട്, സ്കാൽപ്പിംഗ് കൊണ്ട് പോർഷനും ഉണ്ട്. എല്ലാ സ്റ്റോക്കിലും ഇന്ന് കാണിച്ചു, ഇന്നെന്ന് പറഞ്ഞാൽ 7th ഡിസംബറിൽ കാണിച്ച പെർഫോമൻസും കാണിച്ചു തരാം. അതേപോലെ ബജാജ് ഓട്ടോയുടെ, അപ്പോൾ ബജാജ് ഓട്ടോയിൽ കഴിഞ്ഞ ഒരു 1 മന്തായിട്ട് നമുക്ക് കിട്ടിയ പ്രോഫിറ്റും കാണിച്ചു തരാം. ബജാജ് ഓട്ടോയുടെ ഫ്യൂച്ചറിൻ്റെ പെർഫോമൻസാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഒരു 1 മന്തിൽ അപ്രോക്സിമേറ്റ് നവംബർ ഒരു പകുതിക്ക് ശേഷം നമുക്ക് ബജാജ് ഓട്ടോയിൽ വന്നൊരു പെർഫോമൻസ്, അതായത് വന്നൊരു ഹൈക്കിൽ ടോട്ടലായിട്ട് നമുക്കൊരു 85,875 റുപ്പീസ് നമ്മൾ ആക്ച്വലി ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്രോഫിറ്റ് നമുക്ക് ആക്ച്വലി സാധ്യമാണോ എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുന്നുണ്ടാവും. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് ആ സിഗ്നൽ കാണിച്ചു എന്നത് വെച്ച് നിങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഈ പ്രോഫിറ്റ് നമുക്ക് അതേപോലെ കിട്ടിയേനെ. ഓക്കെ, അപ്പോൾ അതേപോലെ നമുക്ക് നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സിൽ നല്ലൊരു ഹൈക്ക് പോയിട്ട് ടോട്ടൽ 57 പോയിൻറ്റ്സോളം ലാസ്റ്റ് 15th നവംബർ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പ്രോഫിറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടാറ്റ പവറും ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ 6/11 കഴിഞ്ഞ ശേഷം 250ക്ക് വന്നൊരു ബൈ ആണ്. അതിപ്പോൾ എത്തി നിൽക്കുന്നത് 326ലാണ്. അപ്പം ഇതൊക്കെ എങ്ങനെ വർക്കൗട്ട് ആവും, ഇത് ഏതൊക്കെ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യണം, ഈ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്ത് എങ്ങനെ പ്രോഫിറ്റ് കിട്ടും, റിവേഴ്സൽ പോയിന്റ് മെയിൻ ആയിട്ടുള്ളത് എൻട്രി എക്സിറ്റ് റിവേഴ്സൽ, ഇതൊക്കെ നമുക്ക് നമ്മളൊരു ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയർ വഴി എങ്ങനെ നമുക്ക് സാധ്യമാവും എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ തന്നെ ഇപ്പോൾ ബജാജ് ഓട്ടോയിൽ ലാസ്റ്റ് വന്നപ്പോൾ ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് 13th നവംബറിന് ശേഷം മുതലൊരു ബൈ ഹൈക്കാണ്. അപ്പം അത് കുറച്ച് മുമ്പ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 6/12 വന്നൊരു, അതായത് ഇന്നലെ വന്നൊരു സെൽ ട്രേഡ് നമുക്ക് ആക്ച്വലി അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നമുക്ക് ആക്ച്വലി സെല്ല് കൺഫർമേഷൻ അല്ല, നമുക്ക് ഇതാണ് മെയിനായിട്ട്. അപ്പോൾ ഒരു ചെറിയ ഡൗൺ ഇറങ്ങുമ്പം അവിടെ നമുക്ക് ആ സെല്ല് എക്സിറ്റ് ചെയ്യണോ അതോ നമുക്ക് അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് പോകുമോ എന്ന് നമുക്ക് ലൈവിൽ നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ് വഴിയെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സെല്ലി കൺഫേംഡ് അല്ല, നമുക്ക് ഇവിടെ ഒരു പോർഷൻ ഇല്ല. അപ്പോൾ അതേപോലെ ഞാൻ 4 അവർ ടൈം ഫ്രെയിമാണ് നമ്മൾ ആക്ച്വലി സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് 30, 1 അവർ, 4 അവർ, ഒരാഴ്ച, ഒരു മാസം, ഒരു മാസത്തിന് മുകളിൽ അങ്ങനെ സെറ്റ് ചെയ്യാവുന്ന ലോങ് ടേം ഷോർട്ട് ടേമിലേക്ക് സെറ്റ് ചെയ്യാവുന്നത് ഈ 3 ടൈം ഫ്രെയിംസ് ആണ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ നവംബറിന് ശേഷമല്ല, അതിന് മുമ്പും ബജാജ് ഓട്ടോയ്ക്ക് ആക്ച്വലി ബൈ ട്രേഡ് നമുക്ക് പോയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് ആയിട്ടൊരു ഈ ഒരു നവംബർ കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ റേറ്റ് നമുക്ക് 125ലേക്ക് ലോട്ട് സൈസ് പോയത്. അതിന് മുമ്പ് 250 ആയിരുന്നു. അപ്പോൾ 250 നമുക്ക് ഈ നവംബർ കഴിഞ്ഞ ശേഷമാണ് ഒരു 125ലേക്ക് മാറിയത്. അപ്പോൾ ഈ 125 വെച്ചിട്ട് ഇപ്പോൾ ഈ ലാസ്റ്റത്തെ ട്രേഡ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ലാസ്റ്റത്തെ ട്രേഡിൽ നമ്മുടെ സോഫ്റ്റ്വെയർ ആക്ച്വലി ഈ ബൈസിക്കിളിൽ തന്നത് വെച്ചിട്ട് ഉള്ള ഹൈക്ക്, അതായത് നമുക്ക് 5,549 നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്ത് നേരെ നമുക്ക് ആക്ച്വലി 6,236 വരെ നമുക്ക് ആക്ച്വലി പോയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കൊരു ഹൈക്ക് ഇവിടുന്ന് പോയിട്ടുണ്ട്. ഈ ലാസ്റ്റ് 13th നവംബറിൽ വന്ന ബൈസിക്കിളിൽ വെച്ചിട്ട് നമുക്ക് ആക്ച്വലി കൺഫർമേഷൻ വന്ന എൻട്രി പോയിന്റ് എടുത്തതിന് ശേഷം നമ്മൾ 5,549 നമ്മൾ എൻട്രി എടുത്ത പോയിന്റ് നമ്മൾ എക്സിറ്റ് ചെയ്തത് 6,236ലാണ്. അപ്പോൾ 125 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നവംബർ പ്രകാരം നമുക്ക് 85,875 റുപ്പീസ് നമ്മൾ ആക്ച്വലി ഈ ഒരു ലാസ്റ്റ് ട്രേഡ് വെച്ച് നമ്മുടെ സോഫ്റ്റ്വെയർ സിഗ്നൽ തന്നത് പ്രകാരം നിങ്ങൾ ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ സോഫ്റ്റ്വെയർ വർക്കൗട്ട് ആകുന്നു എന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഇന്നത്തെ ബജാജ് ഓട്ടോയുടെ തന്നെ പെർഫോമൻസ് ആണ്. അപ്പോൾ അതിനകത്ത് സ്വിംഗ് ട്രേഡിങ്ങിൽ എങ്ങനെ വർക്കാവുന്നു എന്നത്, സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം പൊസിഷൻ H1 1 അവർ ചാർട്ട് വെച്ച പ്രകാരമുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. നമ്മുടെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ 8.1ന്റെ പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. അപ്പം ഇതിനു മുമ്പും നമ്മുടെ സോഫ്റ്റ്വെയർ ആക്ച്വലി വെർഷൻസ് ഡെവലപ്പ് ചെയ്തിട്ട് 2009 തുടങ്ങിയ സോഫ്റ്റ്വെയറിൻ്റെ പെർഫോമൻസ് 2009 നമ്മൾ വിൻട്രേഡർ ഫസ്റ്റ് വേർഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ എത്തി നിൽക്കുന്ന 8ാമത്തെ വെർഷൻ വരെ ടോട്ടൽ 8 സ്ട്രാറ്റജി, 2 സ്കാനറുടെ യൂസ് എന്ന് പറഞ്ഞാൽ വോളിയം സ്റ്റോക്ക്. അപ്പോൾ വോളിയം സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ സ്കാനറിൽ വളരെ യൂസ്ഫുള്ളാണ്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ പെർഫോമൻസിൽ TCS നോക്കുകയാണെങ്കിൽ നല്ലൊരു ബൈ ട്രേഡും പോയിട്ടുണ്ട്. നല്ലൊരു നമുക്ക് ആക്ച്വലി ലാസ്റ്റ് വന്നൊരു ചെറിയ സെല്ലിൽ സ്കാൽപ്പ് ചെയ്യുന്നൊരു പൊസിഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നോക്കുകയാണെങ്കിൽ ഇതിന് മുമ്പും ബൈ പോയിട്ടുണ്ട്, അതിന് മുമ്പും നമുക്ക് ബൈ ട്രേഡ്. അപ്പോൾ 2 ദിവസമായിട്ട് ബൈ തന്നെ കണ്ടിന്യൂവേഷനാണ്. ഇതേപോലെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് ഡോക്ടർ D എന്ന് പറഞ്ഞാൽ ഡോക്ടർ Dക്ക് നല്ലൊരു ബൈ ഹൈക്ക് രാവിലെ പോയിട്ടുണ്ട്.
ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇൻട്രാഡേക്ക് നല്ലൊരു പെർഫോമൻസ് മോർണിംഗിൽ തന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് സിപ്ല എന്ന സ്റ്റോക്കിന് നമുക്ക് നല്ലൊരു ബൈ ട്രേഡ് നല്ലൊരു വൺ സൈഡ് മൂവ്മെൻറ്റ് തന്നെ ഇന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കുറേ സ്റ്റോക്കുകൾ നമുക്ക് ആക്ച്വലി ബൈ ട്രേഡ് മോർണിംഗിൽ തന്നെ നമുക്ക് പെർഫോമൻസ് തരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആക്ച്വലി ട്രേഡ് വളരെ മിസ്സായിട്ട് നമുക്ക് ആക്ച്വലി എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി നമ്മൾ കഴിഞ്ഞ് പോകുമ്പോഴായിരിക്കും നമുക്ക് പെർഫോമൻസ് കാണുന്നത്. അപ്പോൾ അതേപോലെ നമുക്ക് ആക്ച്വലി പെർഫോമൻസ് കഴിഞ്ഞു പോയ പെർഫോമൻസ് നമുക്ക് കറക്റ്റ് ടൈമിൽ പിക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഈ സ്കാനർ സഹായിക്കുന്നുണ്ട്. ഈ സ്കാനർ നമ്മുടെ 1.1 സ്കാനർ. അപ്പോൾ ഇതിൻ്റെ യൂസ്ഫുൾ എന്താണെന്ന് പറഞ്ഞുതരാം. ഇതിനകത്ത് കറണ്ട് ആയിട്ട് ഇപ്പം നടക്കുന്ന ട്രേഡിൻ്റെ കറണ്ട് പോർഷൻ സ്ട്രോങ് ബൈ ആണോ, സ്ട്രോങ് ബുള്ളിഷ് ആണോ, അതോ സ്ട്രോങ് ആയിട്ട് നമുക്ക് സെല്ലാണോ, കൺസോളേഷൻ ആണോ, നമുക്ക് ഈ പോർഷൻ എടുക്കാൻ പറ്റുമോ, നമുക്ക് ഒറ്റയടിക്ക് ഈ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകളുടെ എല്ലാം നമുക്ക് ഒറ്റ വ്യൂ നമുക്ക് ഇതിനകത്ത് കിട്ടും. അപ്പോൾ ഇതിൽ ഇപ്പം നടക്കുന്ന ക്രൂഡ് ഓയിലിൻ്റെയും അതേപോലെ ഗോൾഡിൻ്റെ ഇതിൻ്റെയൊക്കെ ലൈവ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിനകത്ത് ഇപ്പോൾ ഈ 3 എണ്ണത്തിലും സ്ട്രോങ് ആയിട്ടുള്ളൊരു ബുള്ളിഷ് ട്രെൻഡോ ബിയറിഷ് ട്രെൻഡോ ഇല്ല. ക്രൂഡ് ഓയിലാണെന്നുണ്ടെങ്കിൽ ബിയറിഷും ഉണ്ട്, പക്ഷേ 2 ആരോ മാത്രമേ റെഡ് ഉള്ളൂ. അപ്പോൾ 3 ആരോ റെഡ് വന്നാൽ മാത്രമേ നമുക്ക് ആക്ച്വലി അവിടെ ഒരു സ്ട്രോങ് സെല്ല് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്ട്രോങ് സെല്ലാണ് 3 ആരോ റെഡിലേക്ക് പോകും. അപ്പോൾ ക്രൂഡ് ഓയിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ചിലപ്പോൾ അവിടെ ഒരു ചെറിയൊരു പുൾ ബാക്ക് വന്നിട്ടുണ്ടാവും. സെല്ല് തന്നെയാണ്. ഇപ്പോൾ കണ്ടോ, മാർക്കറ്റ് ഡൗണിലേക്ക് ഇറങ്ങി വളരെ കൺസോളേഷൻ ആയിട്ട് നിൽക്കുന്നൊരു മൊമെൻ്റ് ആണ്. നമുക്ക് ആക്ച്വലി സെല്ലുണ്ട്, പക്ഷേ എന്നാലും അവിടെ ഒരു കൺഫർമേഷൻ ലെവൽസ് ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. പിന്നെ ക്രൂഡ് ഓയിൽ എപ്പോഴും നമ്മൾ 15 മിനിറ്റ് ടൈം ഫ്രെയിം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്, 5 മിനിറ്റ് അല്ല. അപ്പോൾ ഏത് ടൈം ഫ്രെയിമിൽ വെച്ചോ അതിൻ്റെ നമുക്ക് ആക്ച്വലി നല്ല ട്രെൻഡാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്കാനർ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. സ്കാനറിൽ കറണ്ട് ട്രെൻഡ് നമുക്കറിഞ്ഞ് നമുക്കൊരു സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡും മിസ്സാകാതെ നമുക്ക് എടുക്കാൻ നമ്മൾ സോഫ്റ്റിൻ്റെ സ്കാനർ സഹായിക്കും. അതോടൊപ്പം എങ്ങനെയാണ് സോഫ്റ്റിൽ ചെക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ റെഡ് കളർ ഡൗൺ ആരോ സെല്ലും ഗ്രീൻ കളർ ബൈയും ആണ്. അപ്പോൾ ഇതിനകത്ത് 2 ഓട്ടോമാറ്റിക് സിഗ്നൽസ് നമുക്ക് ഇതേപോലെ അലേർട്ട് മെസ്സേജിലൂടെ തരികയും ചെയ്യും. ലേറ്റസ്റ്റ് സിഗ്നലിൻ്റെ ഡീറ്റെയിൽസ് മേളിലും താഴെ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ലേറ്റസ്റ്റ് സിഗ്നലിൻ്റെ അകത്ത് സെൽ സിഗ്നലാണ്. സെല്ല് വന്നത് ഇന്നലെയാണ് 10-15 എൻട്രി പോയിന്റ് ടാർഗറ്റ്സും കൊടുത്തു. കൺഫർമേഷൻ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക. ക്യാൻഡിൽ കളർ ചെക്ക് ചെയ്യുക. താഴത്തെ കൺഫർമേഷൻ ബാർ പ്രൈസ് ഇൻ ബൈ സോൺ. അതേപോലെ സെല്ലാണെങ്കിലും സെയിം ഇതേപോലെ തന്നെ സെൽ സോണും വരണം. ക്യാൻഡിൽ കളർ റെഡ് ആവണം. താഴത്തെ കൺഫർമേഷൻ ബാറും സെൽസോണും വരണം. ഇത് 3 ഓക്കെ ആണെങ്കിൽ എടുക്കാൻ പറ്റും. ഇത് 3 ഓക്കെ ആയത് ഏത് പൊസിഷനാണോ അതിൻ്റെ അടുത്ത ക്യാൻഡിലാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ചില പൊസിഷൻസ് നമ്മൾ ഗ്യാപ്പിലൊക്കെ ഓപ്പൺ ആകുമ്പോൾ റെസിസ്റ്റ് ചെയ്ത ലെവലും കൂടെ നോക്കും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ബജാജിൻ്റെ ലാസ്റ്റ് വന്ന ബൈ പ്രകാരം റെസിസ്റ്റ് ചെയ്ത ലെവൽ ബ്രേക്ക് ചെയ്ത പോർഷൻ ഇവിടുന്നാണ്. അപ്പോൾ നമുക്ക് ഈ 3ാമത്തെ ക്യാൻഡിൽ 4ാമത്തെ ക്യാൻഡിൽ നമുക്ക് എടുക്കാം. അവിടെ നേരെ കയറിയിട്ടുണ്ട്. കാരണം ഓൾറെഡി ഇവിടുന്ന് ബൈ സോൺ തന്നതിന് ശേഷം കൺഫർമേഷൻ വന്നതിന് ശേഷം താഴെ സോൺ ചേഞ്ച് ആയതിനു ശേഷമാണ് ബൈ വന്നത്. അപ്പോൾ അവിടെ നമുക്ക് 3ാമത്തെ ക്യാൻഡിൽ ധൈര്യമായിട്ട് എടുക്കാമായിരുന്നു. അപ്പോൾ അവിടെ നേരെ കയറിയിട്ടുണ്ട് മാർക്കറ്റ്. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് ലെവലാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്. അപ്പോൾ നല്ലൊരു ബൈ ട്രെൻഡ് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ എക്സിറ്റ് ചെയ്യാണ്ട് സോഫ്റ്റ്വെയർ പറയുന്ന സിഗ്നൽസ് എന്നാണ് കളർ ചേഞ്ച്. ഇപ്പോൾ ഇതിന് മുമ്പ് വന്നൊരു നമുക്ക് സെല്ല് അവിടെ കൺഫർമേഷൻ വന്നതിന് ശേഷം റിവേഴ്സ് പോകും. അപ്പോൾ റിവേഴ്സ് പോയ പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോഫ്റ്റ്വെയർ അവിടെ എക്സ്ട്രാ കളേഴ്സ് ആയിട്ട് നമുക്ക് ആക്ച്വലി കളർ ചേഞ്ച് ആയിട്ട് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഓറഞ്ച് കളർ, ബ്ലൂ കളർ അതേപോലെ എക്സ്ട്രാ കളേഴ്സ് വരുന്നത് സൈഡ് വേസ് ആണ്. അപ്പം നമുക്ക് റിവേഴ്സ് പോകുന്ന പോർഷൻസ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ആ ലോങ് ടേം 4 അവർ ചാർട്ട് വെച്ച് കാണിച്ചു തരാം. ഇതിനകത്ത് ഇപ്പോൾ ഇവിടുന്ന് ഈ താഴത്തെ സോൺ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇവിടുന്ന് തൊട്ട് ബൈ സ്റ്റാർട്ടഡ് ആയത് ബൈ സോൺ ഇതുവരെ ബൈന്ന് ചേഞ്ച് ആയിട്ടില്ല. ഇടയ്ക്കൊരു സെല്ല് വന്നിട്ട് സോഫ്റ്റ്വെയർ അവിടെ താഴെ ഗ്രീൻ തന്നെയാണ് കാണിച്ച് അവിടെ എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഡൗൺ ഇറങ്ങി തിരിച്ച് കയറാൻ ചാൻസ് ഉള്ളൊരു ബൈ ആണെങ്കിൽ സോഫ്റ്റ്വെയർ അവിടെ താഴെ സോൺ ഡിറ്റക്റ്റ് ആയി ചേഞ്ച് ആയി കാണിക്കത്തില്ല. അപ്പോൾ ഫേക്ക് ആയിട്ടുള്ള റിവേഴ്സൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മാർക്കറ്റിൽ സാധാരണ ചാർട്ടിനേക്കാളും നമ്മുടെ ചാർട്ടിനുള്ള വളരെ സ്പെഷ്യാലിറ്റി ആണത്. നമുക്ക് തിരിച്ചു കയറാൻ, അതായത് ഒരു റിവേഴ്സ് ടെൻഡൻസി നമുക്ക് ബൈറ്റണിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. സോഫ്റ്റ്വെയർ അവിടെ സോൺ ചേഞ്ച് ആകത്തില്ല. അപ്പം നമുക്ക് ലോങ് ടേം പോർഷനിലൊക്കെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അതേപോലെ ഫേക്ക് റിവേഴ്സിലൊക്കെ ഏത് മാർക്കറ്റിലാണെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ലൈവിൽ നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഡിസൈഡ് ചെയ്യൂ. അപ്പം 8 സ്ട്രാറ്റജിയെക്കുറിച്ചും 2 സ്കാനറിനെ കുറിച്ചും നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയാൻ വേണ്ടി കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ്, എൻ്റെ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കോൺടാക്ട് ചെയ്ത് ഞാനൊരു ഗൈഡൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.